കണക്കിലെടുത്താണ് ഈ ഒരു തീരുമാനം എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. കുട്ടികളുടെ പരിപാടിയാണ് എന്നും കലോത്സവം മികച്ച രീതിയിൽ നടക്കണമെന്നും വഴക്കിനും വാക്കേറ്റത്തിനുമില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾക്ക് പേരിട്ടതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ വിവാദം ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് താമര എന്ന പേരിടും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. 15ാമത്തെ വേദിയുടെ പേരാണ് താമര എന്നാക്കിയിരിക്കുന്നത്. BJP പ്രതിഷേധം കണക്കിലെടുത്താണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. കുട്ടികളുടെ പരിപാടിയാണ് എന്നും കലോത്സവം മികച്ച രീതിയിൽ നടക്കണമെന്നും അതുകൊണ്ട് വഴക്കിനും വാക്കേറ്റത്തിനും ഇല്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് 15ാമത്തെ വേദിക്ക് താമരയുടെ പേര് നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് തീരുമാനം അറിയിച്ചിരിക്കുന്നത്. ഒരു വേദിക്ക് താമരയുടെ പേര് നൽകിയിരിക്കുകയാണ്. 15ാമത്തെ വേദിക്കാണ് താമര എന്ന പേര് നൽകിയിരിക്കുന്നത്. BJPയുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് ഈ ഒരു തീരുമാനം. കുട്ടികളുടെ പരിപാടിയാണ് എന്നും കലോത്സവം മികച്ച രീതിയിൽ തന്നെ നടക്കണമെന്നും വഴക്കിനും വാക്കേറ്റത്തിനും ഇല്ല എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വേദികൾക്ക് വിവിധ തരം പുഷ്പങ്ങളുടെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട് താമരയുടെ പേര് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് യുവമോർച്ച പ്രതിഷേധിച്ച സാഹചര്യത്തിലാണ് BJPയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ 15ാമത്തെ വേദിയുടെ പേര് താമരയാക്കി എന്നതാണ് ഇപ്പോൾ വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. കുട്ടികളുടെ പരിപാടിയാണ് എന്നും വഴക്കിനും വാക്കേറ്റത്തിനും ഇല്ല എന്നതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. 15ാമത്തെ വേദിക്കാണ് താമരയുടെ പേര് നൽകിയിരിക്കുന്നത്. കലോത്സവം മികച്ച രീതിയിൽ നടക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. BJPയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണമുണ്ട്. അതിലേക്ക് വേദി നമ്പർ 15 ഡാലിയ എന്നുള്ളത് മാറ്റി താമര എല്ലാ പുഷ്പങ്ങളെയും ഉൾപ്പെടുത്തണം. അതിന് താമര ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യമുണ്ട്. ഇതിലൊരു വിവാദ ചർച്ചയ്ക്ക് ഞങ്ങൾ പോകുന്നത് യുവജനോത്സവം നന്നായി നടന്നുകൊണ്ട് കഴിഞ്ഞ വർഷം കൊണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന യുവജനോത്സവം ഉണ്ടല്ലോ, അതിൽ ഒഴിവാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് അതാണ് ഉദ്യോഗസ്ഥന്മാർ റിപ്പീറ്റ് ചെയ്തത്. അതൊരു പ്രതിഷേധം പോലെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യുവജനോത്സവം പ്രതിഷേധത്തിൽ നടത്തേണ്ടതല്ല. 14,000 നമ്മുടെ കൊച്ചു മക്കളാണ് വരുന്നത്. വഴക്കും വക്കാണത്ത് നടത്തേണ്ട കാര്യമല്ല. എത്ര പത്രക്കാരനെ ചൂടാക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ചൂടാവുന്ന പ്രശ്നമേയില്ല. സഹകരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ ഇടപെട്ടു, മന്ത്രിയത്തിൽ ഇടപെട്ടു, അവരുമായി സംസാരിച്ച് അത് ഉൾപ്പെടുത്തി. അതിൻ്റെ പേരിൽ ഒന്നും വിഭജനമിളക്കി ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 25 വേദികൾക്കും വിവിധയിനം സുഗന്ധ പുഷ്പങ്ങളുടെ പേര് നൽകുന്ന ഒരു തീരുമാനത്തിൽ ഈ ഒരു പട്ടികയിൽ നിന്നും താമരയുടെ പേര് ഒഴിവാക്കിയതിൽ ഒരു രാഷ്ട്രീയ തർക്കം തന്നെ പ്രതിഷേധം തന്നെ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യുവമോർച്ചയുടെ പ്രതിഷേധമടക്കം ഇന്നലെ രൂക്ഷമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കലോത്സവ വേദിക്ക് താമരയുടെ പേരിടും എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. ഒരു വേദിക്ക് താമരയുടെ പേരിടാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. 15ാമത്തെ വേദിക്കാണ് താമരയുടെ പേര് നൽകിയിരിക്കുന്നത്. BJPയുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് ഈ ഒരു തീരുമാനം എന്നാണ് ലഭിക്കുന്ന വിവരം. കുട്ടികളുടെ പരിപാടിയാണ് എന്നും കലോത്സവം മികച്ച രീതിയിൽ തന്നെ നടക്കണമെന്നും വഴക്കിനും വാക്കേറ്റത്തിനും ഇല്ല എന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. കലോത്സവം മികച്ച രീതിയിൽ തന്നെ നടക്കണമെന്ന് വി ശിവൻകുട്ടി അറിയിച്ചു. അതിനാൽ തന്നെയാണ് ഈ ഒരു തീരുമാനം എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. കലോത്സവ വേദിയിൽ 15ാമത്തെ വേദിക്ക് താമരയുടെ പേര് നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്.